ഈ ഇന്ത്യയിൽ തന്നെ നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു ദേശീയ പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. അതിന് പ്രസക്തി ഉണ്ടോ? പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഓരോ വർഷം കഴിയുമ്പോഴും അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഈ 21-ാം നൂറ്റാണ്ടിൽ എന്ത് പ്രസക്തിയാണുള്ളത് എന്നാണ് പരിശോധിക്കേണ്ടത്. ഇപ്പം നടക്കുന്നത് 24ാമത് പാർട്ടി കോൺഗ്രസ്സാണ്. 23 പാർട്ടി കോൺഗ്രസ് നടന്നല്ലോ. 23 പാർട്ടി കോൺഗ്രസ്സിൽ എന്ത് മാറ്റമാണ് ഇന്ത്യയിലുണ്ടാക്കാൻ ഈ പാർട്ടി കഴിഞ്ഞെന്നല്ലേ നോക്കേണ്ടത്. എങ്കിലല്ല 24ാമത്തെ പാർട്ടി കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. 23 പാർട്ടി കോൺഗ്രസ്സിലും ഒരുപാട് പ്രമേയങ്ങൾ പാസ്സായി, ഒരുപാട് തീരുമാനങ്ങളെടുത്തു. പക്ഷേ ഇപ്പോൾ അതൊന്ന് വിശദീകരിക്കാൻ പറഞ്ഞാലേ ഇത് കോഴി കൂട്ടുപോയിട്ടോ പോലൊന്നുമില്ല, ഒരു കാര്യമില്ല. 25ാമത്തെ പാർട്ടി കോൺഗ്രസ്സിലും കാര്യമായ എന്തെങ്കിലും രാഷ്ട്രീയ ചലനം ഇന്ത്യയിലുണ്ടാക്കത്തക്ക വിധത്തിൽ ഒരു തീരുമാനമെടുക്കാൻ CPM-ന് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രശ്നമാണ്. ഇത് ലോകത്തെവിടെയും അപ്രസക്തമായൊരു പ്രത്യയശാസ്ത്രം ഈ കൊച്ചു കേരളത്തിലെ അടിച്ചേൽപ്പിച്ച് എത്ര കാലം പോകാൻ പറ്റും? ഇപ്പം അങ്ങ് ചോദിച്ച ചോദ്യം ഈ പാർട്ടിയുടെ രാഷ്ട്രീയ പ്രസക്തിയെക്കുറിച്ചാണ്. അത് 1920-ലാണ് പാർട്ടി രൂപീകരിച്ചതെന്നാണ് CPM പറയുന്നത്. ഓക്കെ, ആയിക്കോട്ടെ, 1920-ലാണ് പാർട്ടി രൂപീകരിച്ചത്. 1920-ൽ ഈ പാർട്ടി രൂപീകരിച്ചെങ്കിൽ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത ഒരാൾ കാണത്തില്ലേ? ഈ പാർട്ടിക്കൊരു പിതാവ് വേണമല്ലോ. എ.ഒ. ഹ്യൂം, അദ്ദേഹമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. സായിപ്പാണെങ്കിൽ ഇപ്പോഴും പറയുന്നുണ്ട് എ.ഒ. ഹ്യൂം സ്ഥാപിച്ചെന്ന്. ഇനി കേരള കോൺഗ്രസ്, കേരളത്തിലെ കൊച്ചൊരു പാർട്ടിയാണ്. കേരള കോൺഗ്രസ് സ്ഥാപിച്ച ആരാന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭനാണ്. 1964 തിരുനക്കര മൈതാനത്ത് വെച്ച് ഇത് വിളക്ക് കൊളുത്തത് മന്നത്ത് പത്മനാഭനാണ്. അദ്ദേഹം പിന്നെ കേരള കോൺഗ്രസ് ഒന്നും ആയില്ല, അത് വേറെ കാര്യം. DMK സ്ഥാപിച്ച ആരാണ്? അണ്ണാദുരൈയാണ്. അപ്പോൾ ഒരു പാർട്ടിക്കൊരു സ്ഥാപകൻ വേണ്ടി, അല്ല പാർട്ടി സ്വയംഭൂവായിട്ട് വരത്തില്ലല്ലോ. അപ്പോൾ 1920-ൽ ഈ പാർട്ടി സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ M.N. റോയിയാണ് ഈ പാർട്ടി സ്ഥാപിച്ചത്. M.N. റോയി ഇവരാരും അനുസ്മരിക്കുന്നില്ല. M.N. റോയിയുടെ ഒരു സ്മാരകമില്ല, M.N. റോയിയുടെ ഒരു ചിത്രമില്ല. എന്താണ് ഇല്ലാതെ? M.N. റോയി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിട്ടു. M.N. റോയി ഇത് വിട്ടിട്ട് റാഡിക്കൽ ഹ്യൂമനിസത്തിലേക്ക് പോയി. റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി പോലും അദ്ദേഹം സ്ഥാപിച്ചു. എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി സ്ഥാപിച്ച M.N. റോയി പോലും ഈ പാർട്ടി ഉപേക്ഷിച്ചു. അപ്പം ഇപ്പം നമ്മൾ നോക്കാമെങ്കിൽ ഇപ്പം 1920 കഴിഞ്ഞപ്പോൾ തന്നെ 100 വർഷമായില്ലേ. 25 ആയപ്പോഴത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണക്കനുസരിച്ച് 105 വർഷമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-ൻ്റെ കണക്കനുസരിച്ച് ജനിച്ചിട്ട്. 1925-ലാണെന്നാണ് CPI പറയുന്നത്. അതനുസരിച്ചാണെങ്കിൽ 100 വർഷമായി. അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ 2 പേരായിരുന്നു ഉണ്ടായിരുന്നത്, M.N. റോയും അബനി മുഖർജിയും. 2 പേരും വളരെ സമർത്ഥരായിരുന്നു. M.N. റോയി ഇന്ത്യയിൽ പോയതുകൊണ്ട് ജീവൻ രക്ഷിച്ചു. അബനി മുഖർജി അവിടെ നിന്ന്, അദ്ദേഹം ലെനിൻ്റെ സെക്രട്ടറി ആയിരുന്നു. ഈ അബനി മുഖർജിയെ സ്റ്റാലിൻ കൊന്നു. സ്റ്റാലിൻ ഒരുപാട് പേരെ കൊന്നു. പൊളിറ്റ് ബ്യൂറോമാരെയാണ് കൂടുതലും കൊന്നു കളഞ്ഞത്. ട്രോട്സ്കിയെ കൊന്നു. അപ്പോൾ ഇത് കൊന്നൊന്നും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരെയല്ല, കമ്മ്യൂണിസ്റ്റുകാരെയാണ് കൊന്നിട്ടുള്ളത്. അങ്ങനെയാണ് റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നത്. അപ്പോൾ അത് വെച്ച് വേണം നമ്മൾ ഇങ്ങോട്ട് നോക്കാൻ. അപ്പോൾ ഈ 20-ലുണ്ടായ പാർട്ടി, അതിൻ്റെ 1ാമത്തെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന 1943-ൽ മുംബൈയിൽ വെച്ചാണ്, അന്നത്തെ ബോംബെ. എന്ന് പറഞ്ഞാൽ പാർട്ടി ഉണ്ടായി 23 വർഷം കഴിഞ്ഞാണ് പാർട്ടി കോൺഗ്രസ് ഉണ്ടായത്. അപ്പോൾ 1920-ലാണ് മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടായതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായി എന്ന് പാർട്ടി പറയുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഈ പാർട്ടി സ്ഥാപകനായിട്ട് M.N. റോയി ആണെന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. അതാണ് ഞാൻ പറയുന്ന ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 1943-ൽ ബോംബെയിൽ കൂടിയല്ലോ 21 വർഷത്തിന് ശേഷം ആദ്യത്തെ കോൺഗ്രസ്. 1948-ൽ വീണ്ടും കൽക്കട്ടയിൽ കൂടി. കൽക്കട്ടയിൽ കൂടിയപ്പോഴേ B.T. രണദിവെ എന്ന് പറഞ്ഞ വിപ്ലവകാരി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നമുക്കിപ്പോൾ തന്നെ ഈ അധികാരം പിടിച്ചെടുക്കണം, നമുക്ക് ഉടനെ വിപ്ലവം തുടങ്ങണം, ഇപ്പോൾ ഈ നിമിഷം വിപ്ലവം തുടങ്ങണം. അപ്പോൾ വിപ്ലവം എവിടുന്നാണ് തുടങ്ങേണ്ടത്? വിപ്ലവം തുടങ്ങേണ്ടത് തെലുങ്കാനയിൽ നിന്ന്. അവിടെ പാവം പിടിച്ച കർഷകരൊക്കെ ഉണ്ട്, ചാവാനൊക്കെ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. അവരെ പിടിച്ചുകൊണ്ട് നമുക്കൊരു തെലുങ്കാന കലാപം ഉണ്ടാക്കാം. കൽക്കട്ട തീസിസ് അതായത്. അങ്ങനെയാണ് തെലുങ്കാനയിൽ കലാപം ഉണ്ടാകുന്നത്. നിഷ്കരണം കലാപത്തിന് അടിച്ചമർത്തി. തെലുങ്കാന എന്ന് പറഞ്ഞ കൊച്ചു സ്ഥലത്ത് വിപ്ലവം ഉണ്ടാക്കിയാൽ ഇന്ത്യ മഹാരാജ്യം പിടിച്ചെടുക്കാമെന്ന് ധരിച്ച ആളുകളെക്കുറിച്ച് സഹതപിക്കുകയല്ല എന്താ ചെയ്യുന്നത്? തെലുങ്കാനയിൽ വിപ്ലവം ഉണ്ടാകുമ്പോൾ എല്ലാ ഗ്രാമങ്ങളിലും വിപ്ലവം ഉണ്ടാകുമെന്നായിരുന്നു ഈ ഭാവൻ രണദിവയും ഇവരെല്ലാം വിശ്വസിച്ച് വെച്ചിരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ സ്വല്പമെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാമല്ലോ എന്ന് ഒരു സിനിമയിലൊരു കഥാപാത്രം പറയുന്നതല്ലേ. മഹാവിഡ്ഢിത്തങ്ങളാണ് ഓരോ കോൺഗ്രസ്സുകൾക്കും എടുത്തിട്ടുള്ളതെന്ന് കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കൽക്കട്ട തീസിസ് വന്നു, വിപ്ലവം ഉണ്ടാക്കി. ഈ തെലുങ്കാനയിൽ കുറേ പാവങ്ങളെ കൊന്നു.
അപ്പോൾ ഇവിടെ ചർച്ചയായി. കൽക്കട്ട തീസിസ് അനുസരിച്ച് തെലങ്കാന വിപ്ലവം പരാജയപ്പെട്ടു പോയല്ലോ. അപ്പം നമുക്ക് എങ്ങനെ വിപ്ലവം നടത്തണമെന്ന് അറിയണം. ഇവിടെ അറിയത്തില്ല, അറിയണം. ആരോടെ ചോദിക്കണം വിപ്ലവം, ഇന്ത്യയിൽ എങ്ങനെ വിപ്ലവം നടത്തണം ആരോടെയും സ്റ്റാലിനോട് ചോദിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യ വിപ്ലവം എങ്ങനെ നടത്തണം സ്റ്റാലിനോട് ചോദിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇവിടുന്ന് ഒരു 4 പേര് പോയി. ബസവ പുന്നയ്യ, രാജേശ്വർ റാവു, എസ്.എ. ഡാംഗെ, അജയ് ഘോഷ്. ഈ 4 പേരും കൂടെ പോയി എങ്ങനെ വിപ്ലവം നടത്തണമെന്ന് സ്റ്റാലിനോട് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് കണ്ടത്. അപ്പോൾ ഈ പാവങ്ങൾ 4 കൂടെ മോസ്കോയിൽ ചെന്ന് ആ തണുപ്പത്ത് അവിടെ കുറേ കാലം കറങ്ങിയൊക്കെ നടന്ന് സ്റ്റാലിനോട് ചോദിച്ചു, എങ്ങനെയാ സഖാവേ ഈ ഇന്ത്യയിൽ വിപ്ലവം നടത്തുന്നത്? സ്റ്റാലിൻ മീശയൊക്കെ തടവിട്ട് പുച്ഛരസത്തിലൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ഇന്ത്യയിൽ എങ്ങനെയാണ് വിപ്ലവം നടത്തുന്നത് നിങ്ങളല്ലേ തീരുമാനിക്കുന്നത്? നിങ്ങൾക്കല്ലേ ഇന്ത്യയിലെ കാര്യം അറിയത്തുള്ളൂ. അതിനെന്തിനാ ഈ തണുപ്പ് കാലത്ത് ഇവിടെ വന്നിടാന്ന് പറയുന്നത്? എത്രയും വേഗം അടുത്ത ഓട്ടോ വിളിച്ച് സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. അവരെ പറഞ്ഞു വിട്ടു. ഇന്ത്യയിൽ എങ്ങനെ വിപ്ലവം നടത്തണമെന്ന് അറിയാൻ സ്റ്റാലിനെ സമീപിച്ചു. സാമാന്യ ബുദ്ധിയുള്ളവർ ചെയ്യുന്ന കാര്യമാണ്. ഇന്ത്യയിൽ എങ്ങനെ വിപ്ലവം നടത്തുന്നത് ഇവരല്ലേ തീരുമാനിക്കേണ്ടത്. ചൈനയിൽ എങ്ങനെ വിപ്ലവം നടത്തണമെന്ന് മാവോ സേതുങ്ങാണ് തീരുമാനിച്ചത്. വിയറ്റ്നാമിൽ എങ്ങനെ വിപ്ലവം നടത്തണമെന്ന് ഹോച്ചിമിനാണ് തീരുമാനിച്ചത്. ക്യൂബയിൽ എങ്ങനെ വിപ്ലവം നടത്തണമെന്ന് ഫിഡൽ കാസ്ട്രോയാണ് തീരുമാനിച്ചത്. അല്ലെ ചെഗുവേരയും കൂടെ ചേർന്ന് തീരുമാനിച്ചെന്ന് വിചാരിച്ചു. ഇന്ത്യയിൽ എങ്ങനെ വിപ്ലവം നടത്തണമെന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ ഇരുന്നുകൊണ്ട് സ്റ്റാലിനോട് ചോദിച്ചറിയാൻ പോയി എന്ന് പറഞ്ഞാൽ അവിടെ തൊട്ട് നമ്മൾ സഹതപിക്കുന്ന അല്ലാതെ വേറെ എന്താ ചെയ്യുന്നത്? അപ്പോൾ പിന്നെ വന്നൊരു കാര്യം, 1953 മൂന്നാമത്തെ പാർട്ടി കോൺഗ്രസ് തുടങ്ങുകയാണ്. അത് മധുരയിലാണ്. ഈ മധുരയിൽ തന്നെ 1972 മധുരയിലായിരുന്നു, 2025 മധുരയിലാണ് അവിടെ തുടങ്ങുന്നത്. രണ്ടാം തവണയാണ്. 63 തുടങ്ങി പാടി തുടങ്ങി. എന്തിനെന്നറിയാം? എങ്ങനെ വിപ്ലവം നടത്തണം എന്നുള്ളതല്ല, കോൺഗ്രസിനോട് എന്ത് സമീപനം സ്വീകരിക്കണം. അതായിരുന്നു 53 അടി തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ 53 തുടങ്ങിയ അടി 56 പാലക്കാട് 4ാമത്തെ പാർട്ടി കോൺഗ്രസ് നടന്നു. അപ്പോൾ 53 മധുരയിൽ ചെറിയ തോതിൽ തർക്കമായി. 56 പാലക്കാട് വന്നു 4ാം കോൺഗ്രസ്. അപ്പോഴത്തേക്ക് പൊരിഞ്ഞടിയായി. കോൺഗ്രസിനോട് എന്ത് സമീപനം സ്വീകരിക്കണം? ഇത് വെച്ചാൽ അയലോകക്കാരനോട് നമ്മൾ എന്ത് സമീപനം സ്വീകരിക്കണം എന്ന് വീട്ടിൽ കിടന്ന് അടിയാണ്, വീട്ടുകാരെല്ലാം കൂടെ കിടന്നു. 58 അമൃത്സറിൽ കൂടി, അത് 5ാം പാർട്ടി കോൺഗ്രസ്സാണ്. അവിടെ രസകരമായ തീരുമാനം നടന്നു. പാർട്ടി അതുവരെ സെല്ലായിരുന്നു, സെല്ല് മാറി ബ്രാഞ്ചാക്കാൻ തീരുമാനിച്ചു. ഏറ്റവും ലോസ്റ്റ് യൂണിറ്റ് സെല്ലായിരുന്നു. എന്തിനാ ഈ സെല്ല് മാറി ബ്രാഞ്ചായത്? അതിൻ്റെ കാര്യം 1957 പിന്നെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഐക്യ കേരളത്തിൽ അധികാരത്തിലെത്തി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നറിയാം? കേരളം കണ്ട ഏറ്റവും ദുർബലനും ദീർഘവീക്ഷണമില്ലാത്ത ഒരു മുഖ്യമന്ത്രിയായിരുന്നു EMS നമ്പൂതിരിപ്പാട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതനത്തിന് പ്രധാന കാരണക്കാരൻ നമ്പൂതിരിപ്പാടാണ്. അത് ചരിത്രം ഇന്നല്ലെങ്കിൽ നാളെ പറയും. എനിക്ക് അദ്ദേഹത്തിനെ ബഹുമാനിക്കുന്ന ഒരാളാണ്. അദ്ദേഹം നിസ്വാർത്ഥനായ സേവകനായിരുന്നു, അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ബുദ്ധിരാക്ഷസനായിരുന്നു. ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിന് കുബുദ്ധികൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം ബുദ്ധിരാക്ഷസനായിരുന്നു. അദ്ദേഹം പക്ഷേ ഇവിടുത്തെ അധപതനത്തിൻ്റെ കാരണം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഈ സെൽ ഭരണത്തിനെതിരായിട്ട് കേരളത്തിലെ ജനങ്ങൾ വലിയ വികാരം ഉണ്ടായി. അങ്ങനെയാണ് 59 വിമോചന സമരം നടന്ന് തൊട്ടടുത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 8 നിലയിൽ പൊട്ടിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിരിച്ചുവിട്ടത് ജനാധിപത്യ വിരുദ്ധമാണ്. അതിന് സംശയമൊന്നുമില്ല. പിരിച്ചുവിട്ടത് ജനങ്ങൾ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു എങ്കിൽ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ വരെ അധികാരത്തിൽ വരണ്ടേ. ദയനീയമായിട്ട് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഈ പാർട്ടിയെ വെറുത്തിരുന്നു, ജനങ്ങൾ ഈ ഭരണത്തെ വെറുത്തിരുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ 61 6ാമത്തെ പാർട്ടി കോൺഗ്രസ് വിജയവാഡയിൽ കൂടി. അപ്പോഴും അടി തീരുന്നില്ല. പ്രശ്നം കേരളത്തിലെ നന്നാക്കാനോ പാർട്ടി നന്നാക്കുന്നതിനെക്കുറിച്ചല്ല, കോൺഗ്രസിനോടെന്തോ സമീപനം സ്വീകരിക്കണം. ജനങ്ങളെ എങ്ങനെ സമീപിക്കണം തീരുമാനിക്കുന്നതിന് പകരം കോൺഗ്രസിനോടെന്തോ സമീപനം സ്വീകരിക്കണമെന്നാണ് ഇവർ കിടന്ന് അടി കൊണ്ടത്. അപ്പം 11 കൊല്ലം അടി നടത്തി ഈ കോൺഗ്രസിനോട് എങ്ങനെ സമീപനം സ്വീകരിക്കും. 64 നമ്മുടെ സിനിമയിലെ ജഗതി പറഞ്ഞ പോലെ അടിച്ച് പിരിഞ്ചാച്ചു 2 എണ്ണമായി. CPIയും CPM. 32 ആത്മാക്കൾ ഈ പാർട്ടി വിട്ടിട്ട് വെളിയിൽ പോയി വേറെ മീറ്റിംഗ് കൂടി. അങ്ങനെ CPM ഉണ്ടായത്. 32 പേര് ഈ പാർട്ടി വിട്ടുപോയവർ മഹാരഥന്മാരാണ് എന്ന് അവരവകാശപ്പെടുന്നു. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അടിച്ച് പിരിഞ്ചാച്ചു അത് പോയി. അപ്പോൾ ഈ മീറ്റിങ്ങിൽ ഇറങ്ങിപ്പോയവനും ഇരുന്നവരും ഇവരെല്ലാവരും 2 ഗ്രൂപ്പായിട്ട് അങ്ങ് തിരിയുകയാണ്. അപ്പോൾ 2 പാർട്ടിയായി. ഇന്നും CPM CPIയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് കരുതിയിട്ടില്ല. അവരെ തിരുത്തലവാദികളായിട്ടാണ് കരുതിയിരിക്കുന്നത്, പ്രതിലോമകാരികളായിട്ടാണ് ഇപ്പോഴും കരുതിയിരിക്കുന്നത്. അതാണ് ഏറ്റവും രസകരമായത്. ഘടകകക്ഷിയായിട്ടൊക്കെ ഉണ്ട്, പക്ഷേ അവർ പ്രതിലോമകാരികളായിട്ടാണ് കരുതുന്നത്, പ്രതിവിപ്ലവകാരികളായിട്ടാണ് കാണുന്നത്. അപ്പം പിന്നെ ഇപ്പോൾ സമ്മേളനം കൂടുന്ന മധുരയിൽ 72 മീറ്റിംഗ് കൂടി ഒരു കാര്യം കണ്ടുപിടിച്ചു. രാജ്യം ഫാസിസ്റ്റ് ഭീകരവാഴ്ചയിലാണ്. അതാണ് നടക്കാൻ പോകുന്നത്. അത് കണ്ടെത്തി ജനങ്ങളോട് പറഞ്ഞു. ഫാസിസത്തിലേക്ക് ഈ രാജ്യം പോകുന്ന 72 അവർ പറഞ്ഞു. 77 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഒരു പരിധി വരെ അവരുടെ കണക്കൂട്ടൽ, കോൺഗ്രസിനെ വെച്ചുള്ള കണക്കൂട്ടൽ തെറ്റാന്നൊന്നും പറയാൻ പറ്റത്തില്ല.
77 കഴിഞ്ഞിട്ട് ഇവരടക്കമുള്ള ആളുകളെ അല്ലയോ ഭരണം ഏൽപ്പിച്ചത്. തമ്മിലടിച്ച് ജനതാ പാർട്ടി കളഞ്ഞേച്ച് പിന്നെ ഇന്ദിരാഗാന്ധിയുടെ കയ്യിലേക്ക് അധികാരം കൊണ്ട് കൊടുക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ ഇന്ദിരാഗാന്ധി ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചെങ്കിലും ജനങ്ങൾ വീണ്ടും ഇന്ദിരയെ തിരഞ്ഞെടുത്തില്ലേ. അതല്ലേ ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാലേ അതാണ് രണ്ടാമത്. അപ്പോൾ ഇവിടെയുള്ളൊരു പ്രശ്നം വെച്ചാൽ ഇപ്പോൾ പറയുന്നത് ഇത് ഫാസിസം എന്ന് പറയുന്നത്, ഇപ്പോൾ അത് കോൺഗ്രസിനെ വെച്ചുകൊണ്ടാണ് ഈ ഫാസിസത്തിലേക്കെന്ന് പറയുന്നത്. ഇപ്പോൾ പറയുന്നത് ഇത് ഫാസിസമല്ല, ഫാസിസ്റ്റിക്കാണെന്നാണ്. ഫാസിസ്റ്റിക്കാണ്, വാക്കിംഗ് സ്റ്റിക്ക് എന്നൊക്കെ പറയുന്നത് ഫാസിസ്റ്റിക്കാണെന്നാണ്. എൻ്റെ കാൾമാസൂത്തപ്പ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഫാസിസ്റ്റിക്ക് എന്താ ഈ ഫാസിസ്റ്റിക്ക്? ആദ്യം പറഞ്ഞു നവഫാസിസം, അർത്ഥ ഫാസിസം. ഒരു ഫാസിസമല്ലേ ഉള്ളൂ, ഫാസിസം ഒന്നല്ലേ ഉള്ളൂ, കൊലപാതകം ഒന്നല്ലേ ഉള്ളൂ. കുത്തിയായാലും വെട്ടിയായാലും ചവിട്ടിയായാലും കൊന്ന കൊലപാതകമല്ലേ ഫാസിസം. ഇവർ പറയുന്ന അർത്ഥ ഫാസിസം, നവഫാസിസം. ഇതിനൊക്കെ ഒരു ഡെഫിനിഷൻ വേണ്ടേ? എന്തായാലും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോട്ടെ. 1978 ഈ സമ്മേളനം കൊണ്ട് ഗുണമില്ലെന്ന് മനസ്സിലായിട്ട് ഒരു പ്ലീനം വരുത്തി. പ്ലീനോ സമ്മേളനം തമ്മിലുള്ള വലിയ വ്യത്യാസമൊന്നുമില്ല, ആളുകളുടെ എണ്ണം കൂടുന്നുള്ളതല്ല, വേറെ കാര്യമൊന്നുമില്ല. അത് സാൽക്കിയയിലാണ് പ്ലീനം കൂടിയത്. ഈ സാൽക്കിയ പ്ലീനം പാർട്ടിയെ ഒരു ബഹുജന വിപ്ലവ പാർട്ടിയായിട്ട് രൂപപ്പെടുത്താൻ തീരുമാനിച്ചു എന്ന് 1978. അപ്പോൾ 1920 തൊട്ട് 1978 വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണക്കനുസരിച്ച് ഇതൊരു ബഹുജന വിപ്ലവ പാർട്ടി അല്ലായിരുന്നു. ആണെങ്കിൽ പിന്നെ ഇതിങ്ങനെ തീരുമാനിക്കേണ്ടായല്ലോ. 78 തീരുമാനിക്കുന്നത് ബഹുജന വിപ്ലവ പാർട്ടിയാണ്. അപ്പോൾ എന്തുവായിരുന്നു ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? സാൽക്കിയ പ്ലീനം വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തായിരുന്നു? ബഹുജന വിപ്ലവ പാർട്ടി അല്ലായിരുന്നു, ബഹുജനമില്ലായിരുന്നു, വിപ്ലവമില്ലായിരുന്നു. എന്താ സംഭവിച്ചത്? അതാണ് ഈ പറഞ്ഞത്. ഓരോരോ ഘട്ടം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ സഹതാപമേ തോന്നുള്ളൂ. 86 വീണ്ടും കൽക്കട്ടായി കൂടി. അപ്പം പുത്തൻ സാമ്പത്തിക നയത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. ആ സമ്മേളനത്തിനാണ് ഹിന്ദുത്വ വർഗീയത വളരുന്നതിനെക്കുറിച്ച് പറഞ്ഞത്. ഇപ്പോഴും വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. 86 പറഞ്ഞ കാര്യമാണ് 2025 വീണ്ടും ആവർത്തിക്കുന്നത്. അത് കൂടി എന്നുള്ള കാര്യം. ഓക്കെ, ഹിന്ദുത്വ വർഗീയത വർദ്ധിച്ചു. ആ സമയത്ത് ഇന്ത്യൻ ജനാധിപത്യം എങ്ങനെയായിരുന്നു? 1986 ഇവർ പറയുന്നത്. 1996 10 വർഷം കഴിഞ്ഞപ്പോൾ ഹിന്ദുത്വം വർദ്ധിച്ചു വരികയാണ്, അപകടമാണെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് ഇന്ത്യയിലെ ജനങ്ങളോട്. ജനങ്ങൾ കേൾക്കുന്നില്ല. 96 കഴിഞ്ഞപ്പോഴത്തേക്കും 163 സീറ്റ് BJP നേടി പാർലമെൻറ്റിൽ. വാജ്പേയി പ്രധാനമന്ത്രിയായി. പക്ഷേ ഭൂരിപക്ഷം കിട്ടാഞ്ഞുകൊണ്ട് 13ാമത്തെ ദിവസം അദ്ദേഹം രാജിവെച്ചു പോയി. പ്രധാനപ്പെട്ട പ്രശ്നം 96 163 സീറ്റ് നേടി എന്നുള്ളതാണ്. 1998 അപ്പോഴത്തേക്ക് 265 സീറ്റ് നേടി NDA അധികാരത്തിൽ വന്നു. അപ്പോഴും പറഞ്ഞിട്ടില്ലയോ ഇത് ഹിന്ദുത്വമാണ്, വളരുന്നു, അപകടമാണ്. ഇന്ത്യക്കാർ കേൾക്കുന്നില്ല. ഇപ്പോൾ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇന്ത്യക്കാർക്ക് ഈ ഫാസിസത്തിനോട് വലിയ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും അത് സംഭവിച്ചു. 1999 തൊട്ട് 2004 വരെ വാജ്പേയി ഭരിച്ചു. വാജ്പേയിയുടെ ഭരണം. പിന്നെ UPA ഭരിച്ചത്. അവിടെ തൊട്ട് ഇങ്ങോട്ട് നമ്മൾ നോക്കിയാൽ ഹിന്ദുത്വം വളരുന്നു എന്ന് പറയുമ്പോഴേ ഇവരാവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുമ്പോഴും ആവർത്തിച്ച് നിലവിളിക്കുമ്പോഴും ഇവരുടെ ഈ നിലവിളിയെ അവഗണിച്ചുകൊണ്ട്, ഇവരുടെ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് ഹിന്ദുത്വം എന്താ വളരുന്നു ഇവർ പറഞ്ഞാൽ പോരായോ? അത് പോരല്ലോ. എന്തുകൊണ്ട് വളരുന്നു, ആ വളർച്ച എങ്ങനെ തടയാമെന്നല്ലേ പാർട്ടി പറയേണ്ടത്? അതിന് ഉത്തരവില്ല. വളരുന്നു പറഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യം എന്തായിരിക്കുന്നു? സന്ധ്യയാവുമെന്ന് പറഞ്ഞ് നമ്മൾ നിലവിളിച്ചിട്ട് സന്ധ്യയാവും, കുറേ കഴിയുമ്പോൾ രാത്രിയാവും, കുറച്ചുകൂടെ കഴിയുമ്പോൾ അർദ്ധരാത്രിയാവും. അത് നിലവിളിച്ചുകൊണ്ടുള്ള കാര്യമില്ലല്ലോ. നമ്മൾ കൃത്യമായി കാര്യങ്ങൾ പഠിച്ചിട്ട് എങ്ങനെ തടയാമെന്ന് നോക്കട്ടെ. 92 USSR തകർന്നു. USSR തകർന്നതോടുകൂടി സകല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെയും ചൗഷസ്ക്യൂവിനൊക്കെ ആളുകൾ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുമായിരുന്നു. അനോക്കർ എന്നൊരുത്തും ജർമ്മനിയിലുണ്ടായിരുന്നു. അയാളെ അടിച്ചോടിക്കുമായിരുന്നു. ജനങ്ങൾ അടിച്ചോടിക്കുമായിരുന്നു അവിടുത്തെ ഭരണാധികാരിയെ. അപ്പോൾ കമ്മ്യൂണിസം ദുർബലമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭരണാധികാരികളെ ജനങ്ങൾ കൈകാര്യം ചെയ്യുമായിരുന്നു. ഇന്ത്യയിലൊരു ഭരണമാറ്റം നടത്തുമ്പോഴേ ഇന്ദിരാഗാന്ധി പിന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടും അവർ വളരെ സുരക്ഷിതമായിട്ട് ഇന്ത്യ ജീവിച്ചില്ലേ? നരേന്ദ്രമോദി തോറ്റാലും ജയിച്ചാലും ആരെങ്കിലും അടിച്ചോടിപ്പിക്കാൻ പറ്റും? ഉമ്മൻചാണ്ടി ഭൂരിപക്ഷം കിട്ടിയില്ല, അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി അല്ലാതിരുന്നപ്പോഴല്ലോ അദ്ദേഹത്തിന് ഏറ്റവും വലിയ അന്ത്യയാത്ര കേരളത്തിലെ ജനങ്ങൾ കൊടുത്തത്. കേരളത്തിലെ ഏത് നേതാവിനെ പ്രതീക്ഷിക്കാൻ പറ്റും? അപ്പോൾ ജനാധിപത്യത്തിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയുന്നത്. കമ്മ്യൂണിസത്തിൽ എപ്പോൾ ഗവൺമെൻറ് ദുർബലമാകുമോ അന്ന് നാട്ടുകാർ ഇവരെ തല്ലിക്കൊല്ലും. അതാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്തായാലും ശരി, അവരെ ഒരു കാര്യം കണ്ടുപിടിച്ച് ഇതിൻ്റെ പ്രശ്നം, റഷ്യയിലുണ്ടായിരുന്ന പ്രശ്നം മാർക്സിസത്തിൻ്റെ പ്രശ്നമല്ല, അത് പ്രയോഗത്തിൻ്റെ പ്രശ്നമാണ്. 2025 വരുമ്പോഴും ഇവരിത് തന്നെ പറയും. മാർക്സിസത്തിൻ്റെ പ്രശ്നമല്ല, പ്രയോഗത്തിൽ എവിടെയാണ് പ്രശ്നം വന്നതെന്ന് പറയണ്ടേ? പ്രയോഗത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കണ്ടേ? അതല്ലേ അവർ ചെയ്യേണ്ടത്? അത് ചെയ്യത്തില്ല. എന്തായാലും ശരി, 2002 ഹൈദരാബാദ് സമ്മേളനത്തിൽ പ്രത്യേകതയുണ്ട്. അവരൊരു കാര്യം കണ്ടുപിടിച്ചു. ഇസ്ലാമിക മതമൗലികവാദം
സാമ്രാജ്യത്വ വിരുദ്ധ മുന്നേറ്റത്തിന് ഗുണകരമല്ല എന്ന് കണ്ടെത്തി. 2002 2002 തൊട്ട് 2019 വരെയുള്ള കാലഘട്ടത്തിലെ കേരളത്തിലെ ചരിത്രം എടുത്താൽ PFIയുമായിട്ട് അവർ യോജിപ്പുണ്ടാക്കിയില്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കിയില്ലേ, വെൽഫെയർ പാർട്ടിയുമായിട്ട് ഉണ്ടാക്കിയില്ലേ, PDPയിലെ മദിനയെ കാത്ത് പിന്നെ ഒരേ വേദി മദിനയെ കാത്ത് ഇരുന്നു പിണറായി വിജയൻ. പിന്നല്ലേ മദിനി വന്നത്. മദിനി വന്നപ്പോൾ എണീറ്റ് നിന്ന് സ്വീകരിച്ചില്ലേ. മദിനി ആരായിരുന്നു? ജനാധിപത്യ നേതാവല്ലോ. അപ്പം മദിനിയും മഹാത്മാഗാന്ധി കണ്ടൊക്കെ സമശീർഷരാണെന്ന് നമ്മുടെ നമ്പൂരിപ്പാട് പറഞ്ഞില്ലേ. അപ്പോൾ 2002 ഇസ്ലാമിക മതമൗലികവാദം സാമ്രാജ്യത്വ വിരുദ്ധ മുന്നേറ്റത്തിന് ഗുണകരമല്ലെന്ന് കണ്ടെത്തിയിട്ടാണ് ഇവരോടൊപ്പമുള്ള വേദി സ്വീകരിച്ചതും ഇവരുടെ വോട്ട് സ്വീകരിച്ചതും. എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവത്തില്ല എന്നല്ലേ അതിനർത്ഥം. അതാണ് ഈ ഓരോ സമ്മേളനം കഴിയുമ്പോഴുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. 2015 വന്നപ്പോൾ 21ാം പാർട്ടി കോൺഗ്രസ് വന്നു. അവർ വളരെ സുപ്രധാനമായ തീരുമാനം ഒരു കാര്യം കണ്ടെത്തി. BJPക്ക് ബദൽ കോൺഗ്രസ് അല്ല. പിന്നെ BJPക്ക് ബദൽ ആരാണ് സഖാവ്? BJPക്ക് ബദൽ ആരാണ് ബദൽ? CPI ആണ് ബദൽ. CPI ആണ് ബദലെന്ന്. അല്ലെ CPM ആണോ ബദൽ? ആകെപ്പാടെ 4 പേരുണ്ട്. അവർ ബദലാകുമോ? CPIക്ക് ഇടയ്ക്ക് ഒരാളേ ഉള്ളായിരുന്നു. 2019 കണ്ട് ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നു, തൃശ്ശൂരുള്ള ഒരാൾ, ഒരു ജയദേവ്, അദ്ദേഹമായിരുന്നു. ഇവരാണോ കോൺഗ്രസിന് ബദൽ? അതോ DMK ആണോ? തമിഴ്നാട്ടിനെ എങ്ങനെ കൊള്ളയടിക്കാമെന്ന് കണ്ടുപിടിച്ച കരുണാനിധിയുടെ മക്കളുടെ മക്കളും കൂടെ ഭരിക്കുന്ന വലിയ തമിഴ്നാട്, അതാണോ ബദൽ? അതോ കാലിത്തീറ്റ കുംഭകോണം നടത്തിയ നമ്മുടെ ലാലു പ്രസാദ് യാദവാണോ? ആരാണ് ഈ ബദൽ? അത് പറയണ്ടേ. BJPക്ക് ബദൽ കോൺഗ്രസ് അല്ലേ ഉള്ളൂ. കോൺഗ്രസിനെ അല്ലാതെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെ BJPക്ക് ബദൽ സൃഷ്ടിക്കാൻ പറ്റും? ഇപ്പോഴും അവർ ഈ കാര്യത്തിൽ ഇരുട്ടിത്തൽ തപ്പുകയാണ്. 22 വന്നപ്പോൾ പാർട്ടി കോൺഗ്രസ് മറ്റൊരു കണ്ടുപിടുത്തം നടത്തി. ഹിന്ദുത്വ ബോധം വളർത്തിയെടുക്കുന്നതിൽ സംഘപരിവാർ വിജയിച്ചു. 2022 2025 എന്താ പറയുന്നത്? ഞങ്ങളുടെ വോട്ട് BJPക്കാർ കൊണ്ടുപോയി എന്നല്ലേ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയിൽ നിന്ന് BJP മുതലെടുത്തു എന്നാണ് പറയുന്നത്. ബംഗാളിലും അത് സംഭവിച്ചു, ത്രിപുരയിലും അത് സംഭവിച്ചു. അപ്പോൾ ഹിന്ദുത്വ ബോധം വളർത്തി സംഘപരിവാർ വിജയിക്കുന്നതിനെ തടയാൻ ഇവർക്ക് എന്താ ചെയ്യാൻ പറ്റിയത്? PFIയുടെ കൂടിയില്ലേ? തടയാൻ പറ്റിയോ? വെൽഫെയർ പാർട്ടിയുടെ കൂടെയും മദിനയുടെ കൂടെയും കൂടിയില്ലേ? തടയാൻ പറ്റിയോ? സ്വന്തം കാലിനടിയിലെ ഒലിച്ചു പോയി. എന്നിട്ടത് കണ്ടെത്താൻ കഴിയാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഇത് എനിക്ക് പറഞ്ഞു വന്നത് 24ാം പാർട്ടി കോൺഗ്രസ് പറഞ്ഞ് നമുക്ക് നിർത്താം. അവിടെ ഒരു പുതിയ വെളിപാട് എന്തെങ്കിലും ഒരു വെളിപാട് വരും. ഇപ്പം അതിൻ്റെ ലക്ഷണമായി തുടങ്ങി. അതായത് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നിടത്താണ് BJP വളർന്നത്. ത്രിപുരയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തളർന്നിടത്താണ് BJP വളർന്നത്. കേരളത്തിൽ നമ്മൾ കരുതിയിരിക്കണം, ഹിന്ദുത്വത്തെ തടയണം. ഹിന്ദുത്വത്തെ തടയാൻ എന്ത് ചെയ്യും? ഹിന്ദുത്വത്തെ തടയാൻ നാട്ടുകാരാണ് എന്തെങ്കിലും ചെയ്യേണ്ടത്. പോളിറ്റ് ബ്യൂറോ തൊട്ട് ബ്രാഞ്ച് കമ്മിറ്റി വരെയുള്ള കമ്മ്യൂണിസ്റ്റുകാരല്ലേ എന്തും ചെയ്യേണ്ടത്. ഇപ്പോൾ 23 പാർട്ടി കോൺഗ്രസ്സിൽ എടുത്ത ഒരു തീരുമാനവും ഫലപ്രദമായി നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, ആ തീരുമാനങ്ങൾക്ക് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ഓരോ സമ്മേളനം കഴിയുമ്പോഴും പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ഇപ്പോഴത്തെ പോക്ക് ഒരു സർവനാശത്തിലേക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പാർട്ടി കോൺഗ്രസ്സിലൂടെ പാർട്ടിയെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. തെറ്റ് തിരുത്താൻ വേണ്ടി വരുത്തരുത്. തെറ്റ് തിരുത്തൽ പ്രമേയം പാസ്സാക്കിയാൽ പോലെ തെറ്റ് തിരുത്തണം. അപ്പോൾ തെറ്റ് വരും, ആർക്കും തെറ്റ് വരും. പക്ഷേ തെറ്റ് തിരുത്തുന്നതിന് പ്രമേയം പാസ്സാക്കിയാലൊക്കത്തില്ല. ശരിയായി തിരുത്താൻ പാർട്ടി നേതൃത്വത്തിന് കഴിയാതെ പോയതുകൊണ്ട് മാത്രമാണ് ഈ അധോഗതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.